ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. കുറേ നാളായില്ല നമ്മൾ കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങളായിട്ട് ഞാൻ ബിസി ആയിരുന്നു. അത് മാത്രമല്ല, എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മൈൻഡ് ഇല്ല കേട്ടോ. കാര്യം വേറൊന്നുമല്ല, വീഡിയോസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കുമേ, നമ്മളൊരു ഇപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് അതിൻ്റെ പിറകിലുണ്ട്. നോക്കുമ്പോഴത്തേനും വെറുതെ ഫോണും തൂക്കി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നു, ഇടുന്നു, പോസ്റ്റ് ചെയ്യുന്നു, എന്ത് സുഖമുള്ള പരിപാടിയെന്ന് വിചാരിക്കും. പക്ഷെ അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല ഇത്. എന്താണെന്ന് വെച്ചാൽ നല്ല എഫേർട്ടുണ്ട്. നല്ല എഫേർട്ടെന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും ഫോണും കൊണ്ട് നടക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് ഫോക്കസായിട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ നോക്കി വീഡിയോ ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും ഞാൻ ഭയങ്കര എഡിറ്റിംഗ് കിങ്ങൊന്നും അല്ലാത്തതുകൊണ്ട് എഡിറ്റിംഗ് എനിക്ക് ഇച്ചിരി സമയം എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് എഡിറ്റ് ചെയ്യണം, അതിൽ വേണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം, എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനോ ആകെ കിട്ടുന്നത് 10-25 വ്യൂസ്. അപ്പോൾ എനിക്കുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ കുറച്ച് നാളായപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ച്. ഞാൻ ഇത്രയും എഫേർട്ടൊക്കെ ഇട്ടിട്ട് റോഡ് സൈഡിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ കുറച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് വലിയ റിസൾട്ടൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനങ്ങ് സത്യം പറഞ്ഞ് ഡെസ്പടിച്ച് വിഷമിച്ച് ഞാൻ അതങ്ങ് വീഡിയോസ് ചെയ്യാണ്ടായതാണ്. അതുമാത്രമല്ല, എനിക്ക് വീട്ടിൽ അത്യാവശ്യം സ്റ്റിച്ചിങ് വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഞാൻ വിയർത്തൊലിക്കുന്നുണ്ട്. ഇതിൻ്റെ വോയിസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഫാനിൻ്റെ മുഴക്കവും കൂടി ഇതിൽ കയറണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചൂട് സഹിക്കാൻ വയ്യ. ഇത് വിയർത്തൊലിക്കുന്നത് കണ്ടോ, ഒലിക്കുന്നത്. അപ്പോൾ ഭയങ്കര ചൂടാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ചൂടിൻ്റെ കഠിനത എങ്ങനെയുണ്ട്? നല്ല സുഖമല്ലേ? അപ്പോൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ കരുവാടായിട്ട് കിട്ടുന്ന അവസ്ഥയാണ്. ഞാൻ കുറേ പറഞ്ഞ് ചളു എടുപ്പിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. പിന്നെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടല്ലോ, എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വർക്കും അതിൻ്റേതായ ബിസിയും കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്താണ്, നമ്മുടെ ലൈഫിലുണ്ടല്ലോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കത്തില്ല നമ്മളെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് പോകണത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണ തരത്തിലല്ല എൻ്റെ ഒരു ഡേ പോലും പോകുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അതിൻ്റെ നേരെ ഉൾട്ടായിട്ടാണ് നടക്കാറ് കേട്ടോ. അപ്പോൾ എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ലൈഫിലുണ്ടായപ്പോൾ കുറച്ചിങ്ങനെ ഡെസ്പടിച്ച് വിഷമിച്ചൊക്കെ, എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ, വെറുതെ ഡെസ്പടിച്ച് വിഷമിച്ചൊക്കെ കുറേ ദിവസം കളഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് കുറച്ച് റിലാക്സ് ആയി, എനിക്ക് കുറച്ച് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞില്ലേ, പകുതി വഴിയിലിട്ടേക്കുന്നത് കൊണ്ട് വീഡിയോസ് ചെയ്യാനായിട്ടൊരു ത്വര. എത്ര ദിവസം ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ എടുത്തപ്പോഴത്തേന് തന്നെ പാറുകുട്ടി എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു, 2 ദിവസത്തെ തന്നെ വീഡിയോ എടുക്കുന്നുള്ളൂ. 2 ദിവസത്തേനല്ലേ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. പക്ഷെ നടക്കുന്നില്ല, അതാണ് സത്യം. ഇപ്പം എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ, രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു ഷാർജ ഉണ്ടാക്കി. ഷാർജ സ്മൂത്തി എന്തെങ്കിലുമാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. പിന്നെ പുട്ടും കടലയും അപ്പവും ദോശ ഇഡ്ഡലി അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല. എന്തെങ്കിലും ഒരു സ്മൂത്തിയോ ഷാർജ എന്തെങ്കിലും. പാറുക്കുട്ടി അവിടെ നിന്ന് ഷാർജ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാറുക്കുട്ടി എണീറ്റപ്പോൾ ഒത്തിരി ലേറ്റായിടാം. അപ്പോൾ ഞാൻ എണീറ്റിട്ട് എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ് വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കട്ടിങ് പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അപ്പം ഹാളിൽ തന്നെ ഞാൻ കട്ടിങ് ടേബിളും മെഷീൻസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാൻറ്റാണ് വെട്ടുന്നത്. റെഡിമെയ്ഡ് കോഡ് സെറ്റിൻ്റെ പാൻറ്റാണ് വെട്ടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കണം. ഇതാണ് എൻ്റെ പ്രധാന ഇന്നത്തെ ജോലി. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനുണ്ട്. അധികം സാധനമൊന്നുമില്ല, സ്റ്റിഫൊക്കെ തീർന്നിരിക്കുകയാണ്. പിന്നെ എന്താണ്, എലാസ്റ്റിക്കും സ്റ്റിഫൊക്കെ ഉണ്ട്. ആക്ച്വലി വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനുണ്ടല്ലോ, അവിടെ ഒരു റൂമുണ്ട് നമുക്ക്. ആ റൂമിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടേക്കാണ് സാധനങ്ങൾ കംപ്ലീറ്റ്. അതിൽ നിന്ന് ഇങ്ങനെ തപ്പിപ്പരതി എടുക്കാനായിട്ട് കുറേ ടൈം എടുക്കും. ഞാൻ കുറച്ചൊന്ന് നോക്കി, പക്ഷേ ഒന്നും കാണുന്നില്ല, തപ്പിയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. വെള്ളം വെച്ചില്ലായിരുന്നടി? ഞാൻ പറഞ്ഞില്ലേ വെള്ളം വയ്ക്കാം ഫ്രിഡ്ജിൽ. എപ്പോഴെന്നാ ഗൈസ്, ഇത്തിരി തണുത്ത വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. പാറു പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചില്ലായിരുന്നു തണുത്ത വെള്ളം. ഇനിയിപ്പം എന്താണ്, ഐസ് ക്യൂബ് ഉണ്ടാകും, നോക്കട്ടെ.
ഭാഗ്യത്തിന് ഐസ് ക്യൂബ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മിക്കപ്പോഴും വെള്ളം തണുപ്പിക്കാൻ വെച്ചില്ലെങ്കിലും ഐസ് ക്യൂബ് പാറുക്കുട്ടി വെക്കുവേ. കാരണം പാറുക്കുട്ടിക്ക് ചൂടുകുരു വരുന്നതുകൊണ്ട് മുഖത്ത് തേക്കാനായിട്ടും ഇടയ്ക്കിടയ്ക്ക് വെള്ളം മിക്സ് ചെയ്ത് കുടിക്കാനായിട്ടൊക്കെ. പിന്നെ വെറുതെ ഐസ് ക്യൂബ് എടുത്തിട്ട് അവൾ വായിക്കാത്തിട്ട് ഇങ്ങനെ മുട്ടായി കഴിക്കുന്നത് ഇടയ്ക്ക് കഴിക്കാറുണ്ട്. എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും അതിൻ്റെ ഇടയിൽ ഒരു കോൾ വരുമ്പോഴത്തേനും പിന്നെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇൻസ്റ്റയിലാണ്, വെറുതെ ഇങ്ങനെ ഇൻസ്റ്റയിലെ വീഡിയോസൊക്കെ നോക്കിയിരിക്കും. ഇനി എനിക്ക് അടുത്ത് ഒരു 3 സെറ്റ് പാൻറ്റും കൂടി വെട്ടാനുണ്ട്. അപ്പോൾ അതും കൂടി വെട്ടിക്കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് പരിപാടി ചെയ്യാം. അപ്പോൾ ഇത് 3ഉം വെട്ടി വെച്ചതിന് ശേഷം ഞാൻ പോയി ഇതിന് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക്കൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. പാറുകുട്ടി റിലാക്സ് ആയിട്ട് അവിടെ ഇരുന്ന് ഷാർജയൊക്കെ കുടിച്ച് എന്തൊക്കെയോ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഒരു 10-15 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ ഈ വീട്ടിലോട്ട് ഷിഫ്റ്റായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഹാള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹാള് ഞാൻ അത്യാവശ്യം സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഹോം ടൂറായിട്ട് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ റൂം ടൂറായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പല 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 ടൈപ്പിലുള്ള വീട്ടിൽ താമസിക്കാം. അതാണ് ഒരു ബെനിഫിറ്റ് കേട്ടോ. പിന്നെ ചില സമയത്ത് അതൊരു വിഷമമുള്ള കാര്യവും കൂടിയാണ്. സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് അത് പറഞ്ഞാൽ കണക്റ്റ് ആവുമായിരിക്കും. ഒരു സങ്കടമുള്ള കാര്യവും കൂടിയാണ് സത്യം പറഞ്ഞാൽ. ഞാനും ആലോചിക്കാറുണ്ട് എന്നാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതെനിക്കൊരു വിഷമമുള്ള കാര്യമാണേ. കട്ട് ചെയ്യാനുള്ളതെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ വഴിയിലുള്ള സ്റ്റിച്ചിങ് സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെ പേരൂർക്കടയും വഴിയിലേക്കുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയി എനിക്ക് നൂല് വേണമായിരുന്നു. ആദ്യമേ തന്നെ ചെന്നിട്ട് ഞാൻ നൂലെടുത്തു. എന്നിട്ട് പിന്നെ നമ്മുടെ പാൻറ്റിൽ വെക്കുന്ന എലാസ്റ്റിക്കും ബാൻഡും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ബാൻഡ് ഞാൻ ഒരു റോൾ എടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ഞാൻ ലൂസായിട്ട് ആണ് വാങ്ങിച്ചത്. ഒരു 5-6 മീറ്റർ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. ഭയങ്കര പൈസയാണ് ഗൈസ്. ഇതെന്താണ് വെട്ടവും വെളിച്ചല്ലാണ്ട് ഇരുണ്ട് മൂടി കിടക്കുന്നതെന്നല്ലേ. ഞാൻ കടയിൽ പോയിട്ട് വന്നപ്പോഴുണ്ടല്ലോ നല്ല ഇരുണ്ട് മൂടി കിടക്കുകയാണ് വീട് മുഴുവനും. മഴ ഇപ്പം പെയ്യും പിന്നെ പെയ്യണോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ, രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം. പെയ്തില്ലെങ്കിൽ എപ്പോഴത്തേം പോലെ ചൂടെടുത്ത് വിയർത്ത് കിടന്നുറങ്ങേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇരുണ്ട് മൂടി വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചാറ്റിയിട്ട് പോയി കേട്ടോ മഴ. ഇന്ന് നല്ലതായിട്ട് പെയ്യുമെന്ന് വിചാരിക്കണം. ഒരു വീട് മൊത്തത്തിലൊരു ഇരുണ്ട് മൂടി, ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല, ഇരുണ്ട് മൂടി കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ നന്നായിട്ട് മഴ പെയ്താൽ പുതച്ച് മൂടി കിടന്നുറങ്ങാം, അങ്ങനത്തെ ഒരു ഫീലുണ്ട്. വെയിറ്റിംഗ്, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. വിയർക്കുന്നുണ്ട്, ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ പാർക്കുട്ടി കുളിക്കാൻ കയറി. ഇനി കുളിച്ചിട്ട് വന്നിട്ട് ചോറ് കഴിക്കുക. എന്നാൽ ചോറിന് ഞാൻ സ്പെഷ്യലായിട്ടൊന്നുമല്ല, ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലത്തെ മീൻകറി ഇച്ചിരി ഇരിപ്പുണ്ട്, ചോറുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അത് മതിയെന്ന് പറഞ്ഞു പാർക്കുട്ടിക്ക്. അപ്പോൾ അത് കഴിക്കാം. രാത്രി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വരട്ടെ, അതുവരെ വെറുതെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്തിരിക്കാനുള്ള പരിപാടിയാണ്. ഇതേ കണ്ടോ ഗൈസ്, ഇന്നലെ ഉണ്ടാക്കിയ മീൻകറിയുടെ ചട്ടിയാണേ. 2-3 കഷ്ണവും ഒരു തലയൊക്കെ കിടപ്പുണ്ട്, പക്ഷെ നല്ല വറ്റിച്ച് പെരട്ടി വെച്ചൊക്കെയാണ്. കുറേ നേരമായി കേട്ടോ പാറുകുട്ടി കുളിക്കാൻ കയറിയിട്ട്. ഞാനൊരു 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുവരെ കുളി കഴിഞ്ഞിട്ട്. പക്ഷെ എനിക്ക് വിശപ്പ് കഴിക്കാൻ കഴിയും. അപ്പം ഞാൻ വിചാരിച്ച് ചോറൊക്കെ വിളമ്പി വയ്ക്കാമെന്ന്. ചോറും ആവശ്യത്തിന് കഴിക്കാനുള്ള കേട്ടോ. അപ്പം ഞാൻ അതിനെ നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ടൊക്കെയാണ് ഗൈസ്. ഇച്ചിരി ഫുള്ളും വേസ്റ്റ് ആക്കണ്ട. കുറച്ച് ഞാനിന്ന് ചോറ് വെച്ചില്ല, ഇന്നലത്തെ ചോറ് ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ ചോറ് വെച്ചില്ല. അപ്പോൾ അത് തട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇങ്ങനെ സവാള കഴിച്ച് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പാറുവിനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു സവാള എടുത്ത് ഒഴിച്ച് അരിഞ്ഞു വയ്ക്കാമെന്ന് വിചാരിച്ചേ. കണ്ടോ ഗൈസ്, നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, പക്ഷേ മഴ
മഴ പെയ്യുന്നില്ല കേട്ടോ. കുറേ നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴ ഇപ്പം പെയ്യില്ല. പാറക്കുട്ടി കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് ഞാനും പാറക്കുട്ടിയും കൂടെ പിന്നെ അങ്ങ് ചോറ് കഴിക്കാനായിട്ട് ഇരുന്നേട്ടാ. ഞാൻ നന്നായിട്ട് മീനും ചോറും കൂടി മിക്സ് ചെയ്ത് കുഴച്ച് വരവിയെടുത്ത്, കറി കുറച്ച് കൂടുതലും ചോറ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ്. ഇപ്പോഴും വായിന്ന് വെള്ളം വരുന്നു ഗൈസ്. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നേ. പിന്നെ ഞാൻ പാറക്കുട്ടിക്ക് വാരി കൊടുത്ത് സ്വർഗ്ഗം എന്നൊക്കെ പറയൂലേ, അത് തന്നെ ഗൈസ്, അടിപൊളി ടേസ്റ്റ്. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ ചട്ടിയിലിട്ട് വരവി തിന്നുമ്പോൾ എന്താ ഒരു സ്വാദ്. അച്ചാറിൻ്റെ ചട്ടി, ചിക്കൻ്റെ ചട്ടി, മീൻ ചട്ടി, ബീഫ് വരട്ടിയതിൻ്റെ ചട്ടി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചട്ടിയിലിട്ട് ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ചിങ് പരിപാടി വീണ്ടും തുടങ്ങി കേട്ടോ. എനിക്ക് കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യുകയാണ്. അതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി തലമുടിയൊക്കെ ചീകി കെട്ടി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനും പാറക്കുടിയും കൂടി ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ വേറെ എങ്ങോട്ടുമല്ല, റേഷൻ കടയിൽ പോവാണ്. കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും റേഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തലയൊക്കെ ഒന്ന് ചീകി സെറ്റാക്കിയിട്ട് ഹെയർ ബാൻഡ് കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ പാറുവിനോട് ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ ദേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേനൊരു ഹെയർ ബാൻഡൊക്കെ കിട്ടിയേട്ടാ. എന്നിട്ട് ഞാനും പാറക്കുട്ടിയും കൂടി ദേ വണ്ടിയിൽ പോവാണ്. ചെറുതായിട്ട് ചാറ്റൽ മഴ നനഞ്ഞിട്ടാണ് പോയത് കേട്ടോ. ഇത്തവണ എന്താണെന്നറിയില്ല, 2 മാസത്തേനുള്ള റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പച്ചരി വാങ്ങിക്കാനായിട്ട് കവറില്ലാത്തതുകൊണ്ട് ഞാൻ പോയി ഒരു കവറൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. എന്നിട്ട് നേരെ ഞാനും പാറക്കുട്ടിയും കൂടെ അമ്മയെ കാണാൻ പോവാണേ. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി മുളക് ബജിയും കാബജിയും കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാൻ തോന്നണുണ്ട്, എനിക്കൊരു ചായ കുടിക്കാൻ തോന്നണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് വന്നതും ഒരു കടയിൽ മുളക് ബജിയും കാബജിയും ഇരിക്കുന്നതുണ്ട്. പിന്നെ അമ്മയ്ക്കും എനിക്കും പാറക്കുട്ടിക്കും വേണ്ടിയിട്ടുള്ള മുളക് ബജിയും കാബജിയൊക്കെ വാങ്ങിച്ച് നേരെ അമ്മയുടെ അടുത്തോട്ട് പോയി. അമ്മയ്ക്ക് കുറച്ച് അരിയൊക്കെ കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ഇരുന്നപ്പോൾ അമ്മ, എനിക്ക് കട്ടനാണ്, അമ്മയ്ക്കും പാറക്കുട്ടിക്കും ചായ വേണം. അപ്പോൾ ഞാനും കട്ടനൊക്കെ കുടിച്ച് മുളക് ബജിൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. കാബജി അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇനി എന്തായാലും അതുവഴി പോകുമ്പോഴത്തേനും വാങ്ങുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്നു. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കട്ടനും കുടിച്ച് ആഹാ അന്തസ് വൈബ് അല്ലേ. കട്ടനും കുടിച്ച് മുളക് ബജിയും കാബജിയൊക്കെ കഴിച്ച് അമ്മയെടുത്ത് പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അരിഞ്ഞ് ഹെൽപ്പ് ചെയ്യാണ്. വേറെ ഒന്നും കണ്ടല്ല, അവൾക്ക് ഇഷ്ടമുള്ള മുട്ടക്കറി ഉണ്ടാക്കണതുകൊണ്ടാണ് അവൾ ഹെൽപ്പ് ചെയ്യണത് അല്ലേ വേറെ ആളെങ്കിലൊന്നും ഹെൽപ്പ് ചെയ്യാറില്ല. ആളെങ്കിലൊന്നും ഹെൽപ്പ് ചെയ്യാറില്ല. ഗൈസ്, ഞാനും പാറക്കുട്ടിയും കൂടി ഭയങ്കരമായി കുക്കിങ്ങിലാണ്. നല്ല ഇടി വെട്ടണുണ്ട്. രാത്രി ഞെരിച്ച മഴയായിരിക്കും എന്നാണ് തോന്നണത്. മഴ വന്ന് ഇപ്പം പെയ്യും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ചാറിയിട്ട് അങ്ങ് പോയേട്ടെ. എന്തിനാ പറക്കറിയണത്? വിഷമിക്കല്ലേ നീ? ഞാനില്ലേ, വിഷമിക്കല്ലേ? ഓക്കെ, വലിയ കാര്യത്തിൽ എനിക്ക് സവാള കട്ട് ചെയ്ത് തരാൻ. സവാള എടുത്ത് പൊളിക്കാനല്ലേ പറഞ്ഞുള്ളൂ, കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ സവാള ഒന്ന് പൊളിച്ച് വെക്കാനേ പറഞ്ഞോളൂ. അപ്പോഴവള് പറഞ്ഞു അവള് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കട്ട് ചെയ്യുമായിരിക്കും. എന്താ ഇവിടെ കിടന്ന് കരഞ്ഞ് മെഴുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കരഞ്ഞ് മെഴുവാണ്. ഞാൻ അറിയാ കണ്ണാടിയൊക്കെ വെച്ച് സേഫായിട്ട് ഇരുന്നിട്ടും കരയാണ് കേട്ടാ. ഇനി തക്കാളി വേണമല്ലേ? സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കാൻ തോന്നണുണ്ട്, അത്രയ്ക്ക് തണുപ്പുണ്ട് ഇതിൽ. തക്കാളി ഇല്ലേ ബേബി? ബേബി തക്കാളി നഹി ഹേ. ഉണ്ട്. തക്കാളി ഇല്ലാന്ന് വിചാരിച്ചു ഗൈസ്, പക്ഷെ തക്കാളി ഉണ്ട്. ഫ്രിഡ്ജിലിരിക്കട്ടെ, ഫ്രിഡ്ജിൽ. അപ്പോൾ 2 തക്കാളി. ഇന്ന് പാറുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ആക്ച്വലി കുഴപ്പമില്ല. ആക്ച്വലി നമ്മൾ മുട്ട ഉണ്ടല്ലോ, മുട്ട പുഴുങ്ങിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കും. പിന്നെന്ത് ചെയ്യും? പിന്നെ എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കണം? അങ്ങനെ തന്നെ മുട്ടക്കറി. ഇതെന്താണെന്നറിയോ? മുട്ട പൊട്ടിച്ചൊഴിക്കും. മസാലയുടെ കൂടെ സവാളയും തക്കാളിയും എല്ലാം കൂടി ഇട്ട് വഴറ്റി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി, തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേന് അതിലൂടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കും. വെള്ളം ചേർക്കില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പാറുവിന് ഭയങ്കര ഇഷ്ടമാണ്. പാറുവിന് ഭയങ്കര ഇഷ്ടമാണ്.
സോ അതുണ്ടാക്കാൻ പോവാണ്. പിന്നെ ചപ്പാത്തി. ഈ വീട്ടിൽ വന്നതിന് ശേഷം ആകെ 2 ദിവസമായതേ ഉള്ളൂ കുക്കിംഗ് തുടങ്ങിയിട്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാനൊരു 8-9 മാസമായി അടുക്കളയിൽ കയറി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തിന്നിട്ട്. മമ്മിയുടെ കൂടെ ആയിരുന്നതുകൊണ്ട് ഏകദേശം 1 വർഷമായി കേട്ടോ. അപ്പോൾ നേരെ മമ്മിയുടെ കൂടെ ഇരുന്നപ്പോഴത്തേനും മമ്മി നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് ഞാൻ അടുക്കളയിൽ കയറാതെ വളരെയധികം മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഈ പാറുകുട്ടി ഇവിടെ വന്ന് വെക്കേഷനായിട്ട് വന്ന് എൻ്റെ മടിയെല്ലാം കളഞ്ഞ് എന്നെ മിണ്ടാണ്ടിരിക്കാൻ സമ്മതിക്കില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാം ഗൈസ്. ആദ്യമേ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മുട്ടക്കറി ഒരു വിധം ഒന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് ചപ്പാത്തി പരത്താം. അയ്യോ, ഇത് എന്നെ അധികമൊന്നും വേണ്ടല്ലോ, നമ്മൾ 2 പേര് മാത്രമല്ലേ, നമ്മൾ ഇച്ചിരി കഴിക്കുള്ളൂ. ബാക്കി നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം. ഇച്ചിരി എന്ന് പറയുന്നുണ്ട്, അവള് കുറച്ചുകൂടെ കഴിക്കുമെന്നാണ്. സത്യം പറയട്ടെ അടുക്കളയിൽ ഒരു ട്യൂബും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറിയൊരു ബൾബാണ് കിടക്കുന്നത്. ഒരു ട്യൂബും കൂടെ ഉണ്ടായിരുന്നു, നല്ല വെട്ടം ഉണ്ടായിരുന്നു. അടുക്കള ഇങ്ങനെ പ്ലച്ചണിരിക്കുകയായിരുന്നേ. ഞാൻ ഹാളിൽ അവിടെ തയ്ക്കാനായിട്ട് വെട്ടം കുറവ്, ഒരു ട്യൂബ് വാങ്ങിക്കാൻ മേടിച്ചിട്ട് ഇവിടെ കിടന്ന ട്യൂബ് എടുത്ത് അങ്ങോട്ടിട്ട്. ഇപ്പം ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഇരുട്ട്, ഇവിടെ വെട്ടമില്ല വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കട്ടെ. വീട്ടിൽ ഞാൻ ചപ്പാത്തി പരത്തുന്നു, ചപ്പാത്തി ചുടുന്നു, ഇവിടെ പാറു കറി വയ്ക്കുന്നു. എന്തടി ഗൈസ് പറഞ്ഞില്ലേ, നമ്മൾ സവാള, തക്കാളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വഴറ്റി നന്നായിട്ട് വേവിച്ചെടുത്ത് ഇനി ഇതിലോട്ട് മുട്ട പൊട്ടിച്ചൊട്ടിക്കാൻ ഒഴിക്കാൻ പോവാണ്. എന്തടി ഇനി മുട്ടയ്ക്ക് ആവശ്യത്തിന് ഒരു കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഇട്ട് നന്നായിട്ട് ചിക്കി ഇളക്കിയെടുക്കും കേട്ടോ. ഇനി മുട്ടയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഒരല്പം ഉപ്പ് ഇട്ടിട്ട് ചിക്കി ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. കുറച്ചിങ്ങനെ ഡ്രൈ ആയിരിക്കും, ഗ്രേവി കറി ആയിരിക്കില്ല. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മളത് ഇച്ചിരി ഇങ്ങനെ ഡ്രൈ ഗ്രേവി കറി ആയിരിക്കും. ഡ്രൈ കറി ആയിരിക്കും, ഗ്രേവി കറിയല്ല, ഡ്രൈ ആയിട്ടുള്ളൊരു കറി ആയിരിക്കും. സോ മുട്ട ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയ കറി സെറ്റാണ്. ഇതിൽ കുറച്ച് നല്ല മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. പക്ഷെ മല്ലിയില ഇല്ല ഗൈസ്. സോ അപ്പോൾ പാറുക്കുട്ടി മുട്ടയൊക്കെ ചിക്കി എടുക്കുന്ന സമയം കൊണ്ട് ബാക്കി ചപ്പാത്തിയും കൂടി ഞാൻ പെട്ടെന്ന് പരത്തി ചുട്ടെടുത്ത് ഇട്ടാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ ഒന്ന് ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഒരു ആശ്വാസം. നല്ല തണുപ്പുണ്ടായിരുന്നേ വെള്ളത്തിന്. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വിരിച്ചിടാമെന്ന് കരുതിയിട്ടാ ഞാനും പാറുക്കുട്ടിയും കൂടി ചേർന്നിട്ട് നമ്മുടെ മെത്തയുടെ കവറുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി നേരെ ക്ലീൻ ചെയ്ത് വിരിച്ചിട്ട് നമ്മൾ സിനിമയൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണേ. അപ്പോൾ ബെഡൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ചൂടായതുകൊണ്ട് നമ്മളിത് എടുക്കാറേ ഇല്ല, തലയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കണം. നാളെ 2 പില്ലോ വാങ്ങിക്കാമേ. ഇനി കഴിക്കാൻ പോവാണ് നമ്മൾ. സിനിമ എന്തെങ്കിലും ഇട്. ഞാൻ കഴിക്കാനായിട്ട് 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പാറുക്കുട്ടിയും 2 എണ്ണം കഴിക്കും. ഞാനിപ്പോൾ കുറച്ചൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് 2 ചപ്പാത്തിയിൽ ഒതുക്കിയത്. അപ്പോൾ മുട്ടക്കറിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഞാൻ കഴിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമയെ കണ്ടുകൊണ്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതേ പാറുക്കുട്ടി ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇന്ന് സെറ്റിലാവാനുള്ള പരിപാടിയാണ്. ഇനി കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് കിടക്കും. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ നുണയൊക്കെ പറയില്ലേ വരും. എന്നിട്ട് കെട്ടിപ്പിടിച്ചെടുത്ത് സുഖമായിട്ട് ഉറങ്ങും. രാത്രി മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്.
അപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങട്ടെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.